ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ ശശി തരൂർ MP. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുകയാണ്. എന്നാൽ ഇത് രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് അടിത്തറയിട്ടുവെന്നും ശശി തരൂർ പറയുന്നു. കുടുംബവാഴ്ചയുള്ള കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക മൂലധനമുണ്ട്. ഇത് അധികാരത്തിലിരുന്ന വർഷങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്നും തരൂർ വിമർശിക്കുന്നു. പ്രോജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ വിമർശനം. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹരിമോഹൻ, കുടുംബവാഴ്ചയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു ശശി തരൂർ MP. എങ്ങോട്ടാണ് പോക്ക്? സുജയ, ഒരിക്കൽ കൂടി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ശശി തരൂരിന്റെ മറ്റൊരു ലേഖനം കൂടി പുറത്തു വന്നിരിക്കുന്നത്. പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ ഒക്ടോബർ 31 എഴുതിയ ലേഖനമാണിത്. ആ ലേഖനത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള കുടുംബവാഴ്ച രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ പോലും അതിൽ പ്രധാനമായിട്ടും ഉന്നം വെക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കുടുംബവാഴ്ച തന്നെയാണ് എന്നുള്ളത് തുടക്കം മുതൽക്ക് വ്യക്തമാണ്. ഇതിനകത്ത് ഈ പട്നായിക് കുടുംബത്തിന്റെ, അല്ലെങ്കിൽ ഒഡീഷയിലെ ബിജു പട്നായിക് മരിച്ചപ്പോൾ പിന്നീട് നവീൻ പട്നായിക് വന്നതും മുഫ്തി കുടുംബത്തിന്റെ കുടുംബവാഴ്ചയും ഒക്കെ തന്നെ ഇത്തരത്തിൽ പല രീതിയിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായി ഉന്നം വെക്കുകയാണ് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ വാഴ്ചയെ. അതായത് പ്രധാനമായിട്ടും ഈ ചൂണ്ടിക്കാണിക്കുന്നത് നെഹ്റു, ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ്. തൊട്ടടുത്ത വരിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നോക്കിക്കാണേണ്ടത്. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു എന്നുള്ളതാണ് ശശി തരൂർ പറയുന്നത്. അതായത് കുടുംബവാഴ്ചയാണെന്ന ഇന്ത്യ രാഷ്ട്രീയത്തിലെ ഒരു ധാരണയ്ക്ക് പ്രധാനമായിട്ടും അടിത്തറയിട്ടത് നെഹ്റു ഗാന്ധി കുടുംബവാഴ്ചയാണ് എന്നുള്ളതാണ് ശശി തരൂർ ലേഖനത്തിലുടനീളം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ കുടുംബവാഴ്ച ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം കാണപ്പെടുന്നുണ്ട് എന്ന് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച പ്രധാനമായിട്ടും നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെതാണെന്ന് അദ്ദേഹം പറയുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വലിയ അളവിൽ വിഭവങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഈ പ്രവണതയ്ക്ക് ഇതാണ് ആക്കം കൂട്ടുന്നത്. കാരണം കുടുംബവാഴ്ചയുള്ള കുടുംബങ്ങൾക്ക് സാധാരണമായി സാമ്പത്തിക മൂലധന്യം ഗണ്യമായ തോതിലുണ്ട്. അത് ഈ അധികാരത്തിലിരുന്ന വർഷങ്ങളിലുടനീളം സമ്പാദിച്ചതാണ് എന്നുകൂടിയാണ് പറയുന്നത്. അത് വളരെ ഗുരുതര സ്വഭാവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ വാഴ്ച സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ തുടർന്ന് ബാക്കി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാമ്പത്തിക മൂലധനത്തെ കുറിച്ചാണ് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അത് ഈ മുഫ്തി കുടുംബത്തിന്റെയോ പട്നായിക് കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ താക്കറെ കുടുംബത്തിന്റെയോ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതോട് ചേർത്ത് വെക്കുന്നതല്ല, മറിച്ച് അതേസമയം തന്നെ നെഹ്റുവിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പേര് പറഞ്ഞതിന്റെ തുടർച്ച കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏറ്റവും ഒടുവിൽ ഇത് പറഞ്ഞു വെക്കുന്നത്, അതായത് ശശി തരൂർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിന് നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് എന്നുകൂടി പറയുകയാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ കുടുംബവാഴ്ചയുള്ളിടത്ത് ഗണ്യമായ സാമ്പത്തിക മൂലധനം അധികാരത്തിലിരിക്കുമ്പോൾ അത് ഉയരുന്നു എന്നതുകൂടി പറഞ്ഞുകൊണ്ട് നേരിട്ട് രാഹുൽ ഗാന്ധിയെയും കുടുംബത്തെയും വിമർശിക്കുകയാണ് ശശി തരൂർ MP. ഇത് ലഘുവായി കാണുമോ കോൺഗ്രസ് നേതൃത്വം? അതാണ് അറിയേണ്ടത്. പ്രോജക്ട് സിൻഡിക്കേറ്റിലെ ലേഖനം വന്നിട്ട് 3-ാം പക്കമാണ്. ഇതുവരെ കാര്യമായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പഴയ പ്രതികരണങ്ങൾ പോലെ അവഗണിച്ചു വിടുമോ, അതോ പ്രതികരിക്കുമോ, നടപടിയെടുക്കുമോ? അതിനായി നമുക്ക് കാത്തിരിക്കാം.